പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദി മുതൽ എന്നേക്കും ആമീൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സെമിറ്റിക് മതങ്ങളെപ്പറ്റി പഠിച്ചു. അപ്പോൾ ക്രിസ്തു മതത്തെപ്പറ്റി പലരും സെമിറ്റിക് മതമെന്ന് തെറ്റിദ്ധരിച്ച് പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പലരും അതുകൊണ്ടാണ് ക്രിസ്തു മതത്തെ ദേഷിക്കുന്നത് എന്നാണ് അവരുടെ ഒരു വാദഗതി. കാരണം സെമിറ്റിക് ആ പ്രദേശങ്ങൾക്ക് നിന്ന് ഉദ്ഭവിച്ചതാണ്. ആദ്യ പഴയ നിയമമൊക്കെ വായിക്കുമ്പോൾ അവർക്ക് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്നാൽ ക്രിസ്തു മതം സെമിറ്റിക് മതമല്ല, അത് ഒന്ന് പറയുന്നതിനാണ്. ക്രിസ്തു മതം എന്ന് പറയുന്നത് സ്നേഹമതമാണ്, സ്നേഹത്തിൻ്റെ മതമാണ്. അല്ല, അവിടെ സെമിറ്റിക് മതത്തിൻ്റെ ശൈലിയോ അതിൻ്റെ രൂപഭാവങ്ങളോ ഒന്നും തന്നെ അതിനകത്തില്ല, ഈ ദോഷമായിട്ട് കാണുന്നവ. അത് ഇപ്പോൾ സെമിറ്റിക് മതം എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളത് യഹൂദ മതം ഒന്ന്. പക്ഷെ ഒരു കാര്യം അവിടെ വ്യത്യാസമുണ്ട്. യഹൂദ മതത്തിന് സത്യേക ദൈവമായ യഹോവയാണ് നയിക്കുന്നത്. ആ ദൈവമാണ് പിതാവ് നയിക്കുന്ന മതമായതുകൊണ്ട് അതിൽ വ്യത്യാസങ്ങളുണ്ട്. സ്നേഹമുണ്ട്, സ്നേഹം മറ്റുള്ളവരെ പരിഗണിക്കുന്നുണ്ട്, മറ്റുള്ളവരോടും സമഭാവേന പെരുമാറണമെന്ന് അവർ പഠിപ്പിക്കുന്നുണ്ട്. അവരെ തീർത്തും ഉപദ്രവകരമായിട്ട് ദ്രോഹകരമായിട്ട് പെരുമാറുന്നവരോടാണ്. അങ്ങനെ അത് സ്ഥിര ഒരു പദ്ധതിയാകുമ്പോഴാണ് അവർ എതിർക്കുന്നത്. സെമിറ്റിക് ആ ശൈലിയിലുള്ള ഒരു രീതിയാണത്, ശരിയാണ്, സമ്മതിച്ചു. അതേസമയം ഇപ്പം പൂർണ്ണമായിട്ടും സെമിറ്റിക് ശൈലി എന്ന് മതങ്ങളുടെ പഴയ ആദ്യകാല ആ രീതികൾ തുടരുന്നത് ഇസ്ലാം മതമാണ്, ഒരു സെമിറ്റിക് മതം. ഇന്ന് സെമിറ്റിക് മതം എന്ന് പറയുന്നത് ഇസ്ലാം മതം മാത്രമാണ് ഉള്ളത്. പിന്നെ ഞാൻ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് മതവും ആ ശൈലിയിൽ ആണ്. കമ്മ്യൂണിസത്തെ നമുക്ക് കമ്മ്യൂണിസ്റ്റ് കാൾ മാർക്സ് ആവിഷ്കരിച്ചത് അതൊരു സെമിറ്റിക് മതത്തിൻ്റെ ശൈലിയിലാണ്. കാൾ മാർക്സ് ജൂതനായിരുന്നു. അദ്ദേഹം ദൈവത്തെ ദൈവം ഇല്ല എന്ന്, ദൈവത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ തത്വം. കമ്മ്യൂണിസ്റ്റ് തത്വങ്ങൾ ഇന്നും അങ്ങനെ തന്നെയാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂട്ടം പറയും, ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാർ താൽക്കാലിക ലാഭത്തിന് വേണ്ടി, താൽക്കാലിക കാര്യങ്ങൾ നേട്ടത്തിന് വേണ്ടി, മറ്റുള്ളവരെ വശത്താക്കാൻ വേണ്ടിയൊക്കെ ദൈവവിശ്വാസികളെ വശത്താക്കാൻ വേണ്ടി തന്നെ ഒക്കെ അതിൽ മാറ്റം അവർ കലർത്തിയിട്ടുണ്ട്, മായം കലർത്തിയിട്ടുണ്ട്. എവിടെയും അങ്ങനെയാണ്. ഇപ്പം ചൈനയിലും ഒക്കെ എല്ലാമാണ്. ദൈവവിശ്വാസമൊന്നും അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അവർ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന ദൈവവിശ്വാസമാണ് അവർക്ക് വേണ്ടിയത്, അല്ലാതില്ല. അപ്പോൾ അത് ദൈവത്തോടുള്ള വിശ്വാസം കൊണ്ടല്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒരു മതമായിട്ട് വേണം കണക്കാക്കാൻ. കാരണം അവർ ഈ ശൈലിയാണ് കാണുന്നത്. എതിർക്കുന്നവരെ ഉന്മൂലനം ചെയ്യുക, ഇല്ലാതാക്കുക, ഏത് വിധത്തിലും അവരോട് അകലം പാലിക്കുക, അവരെ എല്ലാവരും സംശയദൃഷ്ടിയോടെ കാണുക എന്നുള്ളതാണ് ആ ഒരു ശൈലി. അത് ഇസ്ലാം മതത്തിനും ഇപ്പോഴുള്ളത് കമ്മ്യൂണിസത്തിനും പിന്നെ ഉള്ളത് യഹൂദ മതത്തിൽ ആ ദൈവം നയിക്കുന്നതുകൊണ്ട് അതിന് അത്രത്തോളം തീവ്രതയില്ല, അതിന് മാറ്റം വന്നിട്ടുണ്ട്, കാലത്തിനനുസരിച്ചുള്ള മാറ്റം വന്നിട്ടുണ്ട്. എന്നാൽ ക്രിസ്തു മതം എന്താ അവിടെ ഉദ്ഭവിച്ചതല്ലേ? നമ്മുടെ അടിസ്ഥാനം യഹൂദ മതമാണല്ലോ എന്നുള്ളതാണ് പലരുടെയും വാദം. അത് ശരി തന്നെയാണ്. ആ യഹൂദ മതമാണ് അടിസ്ഥാനം. അതിൽ നിന്നാണ് ഇങ്ങോട്ട് ക്രിസ്തു മതം പിന്നെ വളർന്നു വരുന്നത്. അതിനെ വളർത്തി അത് സ്ഥാപിച്ചത് യേശു ക്രിസ്തു തന്നെയാണ്. ദൈവപുത്രനായ ദൈവവുമായ യേശു ക്രിസ്തു തന്നെയാണ് ക്രിസ്തു മതം സ്ഥാപിച്ചത്. അതിൻ്റെ മുഖമുദ്ര തന്നെ സ്നേഹമെന്നാണ്. അത് പറയേണ്ടതിന് ക്രിസ്തു മതമോ ക്രിസ്തു ശിഷ്യരോ മാത്രമല്ല, ക്രിസ്തു ജനിക്കുന്നതിനുമൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ, സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ. ഇപ്പോൾ നമുക്ക് ബുദ്ധമതത്തിൽ ശ്രീബുദ്ധൻ പറഞ്ഞിരുന്നു, എനിക്ക് ശേഷം സ്നേഹം പഠിപ്പിക്കുന്നതിന്, സ്നേഹത്തിൻ്റെ മതം പഠിപ്പിക്കുന്നതിന് ഒരാൾ വരും.
എന്നെപ്പോലെ ഒരാൾ വരും, അവർ പറയുന്നത് നിങ്ങൾ കേൾക്കണം, അത് പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു. അത് പറഞ്ഞിരുന്നു. ആ വരുന്നയാളിനെ തിരിച്ചറിയാൻ പറഞ്ഞിരുന്നു. അത് മൈത്രേയൻ എന്ന് അദ്ദേഹം വിളിക്കപ്പെടും. മൈത്രി എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. മൈത്രേയൻ സ്നേഹമുള്ളവൻ, സ്നേഹം പ്രചരിപ്പിക്കുന്നവൻ, സ്നേഹം മാത്രമായിട്ട് സ്നേഹം തന്നെ ആയവൻ. അതാണ് മൈത്രേയൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ വന്നത് യേശു അല്ലാതെ വേറെ ആരും വന്നിട്ടില്ല. യേശു ക്രിസ്തു മാത്രമാണ്. യേശു ക്രിസ്തുവിൽ മാത്രമാണ് അത് പൂർണ്ണമായിട്ട് കണ്ടിട്ടുള്ളത്. പിന്നെ സോക്രട്ടീസും പറഞ്ഞിരുന്നു, എനിക്ക് ശേഷം സർവ്വജ്ഞാനിയായവൻ വരും, അവൻ നിങ്ങളെ ജ്ഞാനമെല്ലാം പഠിപ്പിക്കുമെന്ന്. അപ്പോൾ അത് ജ്ഞാനം ഇവിടെ യേശുക്രിസ്തു ആണ് സർവ്വജ്ഞാനിയായിട്ട് വന്നത്. ജ്ഞാനം എന്നാൽ ജ്ഞാനം നിറയുമ്പോൾ സ്നേഹമാണ് നിറയുന്നത്. ദൈവത്തിൽ നിന്നാണ് ജ്ഞാനവും സ്നേഹവും എല്ലാം ഉദ്ഭവിക്കുന്നത്. ഉറവിടം ദൈവമാണ്. അത് സത്യേക ദൈവമാണ്. അത് സാധാരണ എല്ലാവർക്കും എല്ലാ ജനതകൾക്കും മനസ്സിലാകുന്നതാണ്. ദൈവത്തിൽ നിന്നാണ് സ്നേഹവും ജ്ഞാനവും ഉദ്ഭവിക്കുന്നത്. ഉറവിടം അവിടെയാണ്, അത് മനുഷ്യനിൽ നിന്നല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യേശുവാണ് ആ ജ്ഞാനി, ആ ജ്ഞാനമായവൻ എന്നുള്ളത് നമുക്ക് സ്ഥാപിക്കുകയല്ല, അത് യാഥാർത്ഥ്യം അറിയാൻ കഴിയും. അപ്പം ബൈബിളിൽ പറയുന്നുണ്ട്, ആ ജ്ഞാനം എന്ന് പറഞ്ഞാൽ വേർഡ് ലോഗോസ്, അത് യേശു തന്നെയായിരുന്നു എന്ന് ബൈബിളിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഞാനത് ഒന്ന് വ്യക്തമാക്കുകയാണ്. അപ്പോൾ യേശു മാത്രമല്ല സ്നേഹം ആണ്, ഞാൻ സ്നേഹമാണ്, ഞാൻ പ്രകാശമാണ് എന്ന് യേശു മാത്രമല്ല പഠിപ്പിച്ചത്. അതുമല്ല യേശുവിൻ്റെ കാലത്തോടുകൂടി അത് തീർന്നു എന്ന് ആരും തെറ്റിദ്ധരിച്ച് പറയരുത്. അങ്ങനെ പറയുന്നത് തെറ്റ് തന്നെയാണ്. കാരണം ക്രിസ്തുവിൻ്റെ ശിഷ്യരും ക്രിസ്തുവിൻ്റെ ശിഷ്യരായിട്ട് തീർന്ന അപ്പസ്തോലരും മറ്റും അതിന് ശേഷമുള്ള മതാനുയായികളും ക്രിസ്തു ചരിത്ര പണ്ഡിതരും എല്ലാവരും തന്നെ അത് ശരിവയ്ക്കുന്നുണ്ട്. സ്നേഹം തന്നെയാണ് അവരെല്ലാം പഠിപ്പിച്ചത്. ക്രിസ്തു മതത്തിൻ്റെ മുഖമുദ്ര, അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി സ്നേഹം തന്നെയാണ്. ആ ദൈവത്തിലുള്ള വിശ്വാസം പൂർണ്ണമായിട്ട് നമ്മൾ രേഖപ്പെടുത്തുന്ന ആ സ്നേഹത്തിലൂടെയാണ്. സ്നേഹം അങ്ങനെ വരുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലാണ് ആ സ്നേഹവും പൂർണ്ണതയായിട്ട് നമുക്ക് കിട്ടുന്നത്. നമുക്കത് നോക്കാം. ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരുന്ന യോഹന്നാൻ ശ്ലീഹ, വിശുദ്ധ യോഹന്നാൻ എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ നമുക്ക് കാണാം. സുവിശേഷത്തിൽ ധാരാളം ഭാഗത്ത് കാണുന്നുണ്ട്. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ശരിയായിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 1-2 ദിവസം തന്നെ ബൈബിളിൽ നിന്നെടുത്ത് ഉദ്ധരണികൾ ഉദ്ധരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. 1-2 ദിവസം തന്നെ പൂർണ്ണമായിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ സാധിക്കുകയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ ചുരുക്കമായിട്ട് ഹ്രസ്വമായിട്ട് പറയാം. ഇതിപ്പോൾ അങ്ങനെ നേരിട്ടുള്ള ലൈവായിട്ടുള്ള കാര്യമല്ല. ഇത് നമ്മൾക്ക് ഇപ്പം യൂട്യൂബിൽ ഇതൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് പ്രസക്തമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് തീർക്കുക, അതാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് യോഹന്നാൻ്റെ ലേഖനം, 1-ാം ലേഖനം, അതിൽ 3-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കാം. പ്രസക്തമായ ചില ഭാഗങ്ങൾ മാത്രം. അത് 11 വാക്യത്തിൽ പറയുന്നു, ആദ്യം മുതലേ നിങ്ങൾ കേട്ടിരിക്കുന്ന സന്ദേശം ഇതാണ്, നാം പരസ്പരം സ്നേഹിക്കണം. അത് പരസ്പരം സ്നേഹിക്കുക എന്നത് യേശുവും അവരെ പഠിപ്പിച്ചതാണ്. അതനുസരിച്ചാണ് പറയുന്നു, നമ്മൾ പരസ്പരം സ്നേഹിക്കണം. ആദ്യം മുതലുള്ള സന്ദേശം എന്ന് പറഞ്ഞത് അതാണ്. ക്രിസ്തു നമ്മളെ ആദ്യം മുതൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. ഇനി യഹൂദ മതത്തിലും ഇതാണ് പറയുന്നത്. അതിന് മറ്റ് ചില കാര്യങ്ങളും കൂടി ഉണ്ട്. അതുകൊണ്ട് അതൊന്നും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. അതിൻ്റെ കൂടെ ഇനി 14-ാം വാക്യത്തിൽ, ഈ 3-ാം അധ്യായം 11 വായിച്ചിനി 14-ാം വാക്യത്തിൽ പറയുന്നു, സഹോദരരെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് നാം അറിയുന്നു. സഹോദരനെ സ്നേഹിച്ചില്ലെങ്കിൽ അവൻ മരണത്തിൽ തന്നെ നിലകൊള്ളുന്നു. സ്നേഹിക്കാത്തവനാകട്ടെ മരണത്തിൽ തന്നെ നിലകൊള്ളുന്നു. അപ്പോൾ സഹോദരനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവൻ ജീവനിലേക്ക് കടക്കുന്നത്. എന്താണ് ജീവനും മരണവും? നമ്മുടെ ശരീരത്തിൽ ജീവനുണ്ട്,
മരിക്കുന്നുണ്ട്. ആ മരണവും ജീവനുമല്ല ഇവിടെ പറയുന്നത്. ബൈബിളിൽ ജീവനും മരണവും എന്ന് പറയുന്നത് ആത്മീയമായ ജീവനും ആത്മീയമായ മരണവുമാണ്. സഹോദരൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ചുറ്റുമുള്ളവരെല്ലാവരുമാണ്, നമ്മൾ കണ്ടുമുട്ടുന്നവരെല്ലാവരുമാണ്, മനുഷ്യ വർഗത്തിൽപ്പെട്ടവർ എല്ലാവരുമാണ് സഹോദരർ. അല്ലാതെ സ്വന്തം ഭവനത്തിലുള്ളവർ, സ്വന്തം മാതാവിൻ്റെ ഉദരത്തിൽ പിറന്നവൻ മാത്രമല്ല, അങ്ങനെ പിറന്നവർ മാത്രമല്ല സഹോദരങ്ങൾ. അപ്പോൾ സകല മനുഷ്യരെയും ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ സഹോദരരെ സ്നേഹിക്കുന്നതുകൊണ്ട് മരണത്തിൽ നിന്നും നമ്മൾ ജീവനിലേക്ക് കടക്കുകയാണ്. ഇവിടെ മരണമെന്ന് പറയുന്ന ആത്മീയമായ മരണം നമുക്ക് സംഭവിക്കുന്നില്ല. ആ മരണത്തിൽ നിന്ന് നമ്മൾ ജീവനിലേക്ക്, നിത്യതയിലേക്ക്, നിത്യജീവനിലേക്ക്, അതാണ് പറയുന്നത്. ആത്മാവിൻ്റെ ജീവൻ നിത്യജീവനാണ്, അതിന് അവസാനമില്ല. അത് നമുക്ക് മനുഷ്യ ബുദ്ധിക്ക് കണക്ക് കൂട്ടാനൊന്നും പറ്റത്തില്ല, കാലയളവൊന്നും. അത് ദൈവം ഉള്ളിടത്തോളം കാലം ദൈവത്തിന് അങ്ങനെ കണക്കാക്കാൻ പറ്റുമോ? കണക്കാക്കാൻ പറ്റത്തില്ല, അസംഭാവ്യമാണ്, നമ്മുടെ മനുഷ്യബുദ്ധിക്ക് കീഴ്പ്പെടുന്നതല്ല. അപ്പോൾ ആ ജീവനിലേക്കാണ്, ആ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. ഈ ലോകത്തിൻ്റെ ജീവനെന്ന് പറയുമ്പോൾ ചിലപ്പോൾ 60, 70, 80 അല്ലെങ്കിൽ 100 വയസ്സ് വരെ ആയിരിക്കും, വർഷങ്ങളായിരിക്കും. ഇതങ്ങനെ കണക്ക് കൂട്ടാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് അത് സഹോദരനെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ ഒരു പൊതു ദർശനം. അതാണ്, സ്നേഹമില്ലാത്തിടത്ത്, മറ്റുള്ളവരെ സ്നേഹിക്കാത്തിടത്ത് ദൈവത്തെ കാണാൻ പറ്റുകയില്ല. അപ്പോൾ നമ്മൾ പറയുന്നു, 17-ാം വാക്യത്തിൽ പറയുന്നു, ലൗകിക സമ്പത്ത് ഉണ്ടായിരിക്കെ ഒരുവൻ തൻ്റെ സഹോദരനെ സഹായം അർഹിക്കുന്നതായി കണ്ടിട്ടും അവനെതിരെ ഹൃദയം അടയ്ക്കുന്നെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും? അപ്പോൾ സഹോദരൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമ്മളെ സഹായം അർഹിക്കുന്നു, അവൻ ആവശ്യമുണ്ട് എന്നറിഞ്ഞ് കഴിഞ്ഞിട്ട് അത് നിരാകരിക്കുന്നവൻ, കണ്ടില്ലെന്ന് നടിക്കുന്നവനിൽ ദൈവസ്നേഹമില്ല, അവനിൽ ദൈവമില്ല, അവൻ ദൈവത്തിലുമല്ല. അത് ക്രിസ്തീയതയല്ല. കർത്താവ് തന്നെ പഠിപ്പിച്ചത്, യേശു ക്രിസ്തു തന്നെ പഠിപ്പിച്ചത് അറിയാമല്ലോ. ലൂക്കായുടെ സുവിശേഷത്തിൽ നല്ല ശമറായക്കാരൻ്റെ ഉപമ എല്ലാവരും കേട്ടിരിക്കും. ക്രൈസ്തവർക്ക് മാത്രമല്ല എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. കാരണം അവിടെ സ്നേഹമാണ് കാണുന്നത്. അതിന് ജാതിയോ മതമോ നോക്കിയില്ല. ഒരുത്തൻ ശമറായക്കാരൻ മറ്റേ യഹൂദക്കാരനാണ്, ആക്രമണത്തിനിരയായി ആക്രമിക്കപ്പെട്ട് ജീവൻ പോകാറായി അവിടെ കിടന്നത്. അന്ന് സഹായം അവന് സഹായിയാകുന്നത്, അവനെ ശുശ്രൂഷിച്ച് ജീവനിലേക്ക് കൊണ്ടുവരുന്നത് ശമറായക്കാരനാണ്. ശമറായക്കാരൻ എന്ന് പറയുമ്പോൾ യഹൂദർക്ക് നിഷിദ്ധമായവനാണ്. ഈ ശമറായക്കാർ യഹൂദരുടെ അടുത്ത് അവരും പോവുകയില്ല, അവരുടെ ഭാഗത്തോട്ട് പോവുകയില്ല, തിരിച്ച് മറ്റവരും അങ്ങനെയാണ്. രണ്ടു കൂട്ടർക്കും നിഷിദ്ധമായവരാണ് അവർ. പക്ഷേ സഹായം അർഹിക്കുന്നു, അവൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് കണ്ടപ്പോൾ അവന് സഹായം എത്തിക്കുന്നത് ഈ യഹൂദന് നിഷിദ്ധനായിരുന്ന ശമറായ വർഗത്തിൽപ്പെട്ടവനായിരുന്നു, ആ നാട്ടിൽ നിന്നുള്ളവനായിരുന്നു. അപ്പോൾ കർത്താവ് അത് കാണിക്കുന്നത് അതിൻ്റെ ആ വൈരുദ്ധ്യതയാണ് കാണിക്കുന്നത്. സ്നേഹത്തിന് വിരുദ്ധതയില്ല, വൈരുദ്ധ്യതയില്ല, എല്ലാം ഒന്ന് തന്നെയാണ്, എല്ലാം മനുഷ്യൻ തന്നെയാണ്. അത് സഹായം അർഹിക്കുന്നവൻ ദൈവത്തിൻ്റെ ആ സ്നേഹമാണ് അവനിൽ ഉൾക്കൊള്ളുന്നത്. ആ സ്നേഹം, അതുകൊണ്ട് അവൻ സ്നേഹം പകർന്ന് അവിടെ കൊടുക്കുന്നു, അവന് സഹായം അവൻ അർഹിക്കുന്നു, അവൻ ജീവനിലേക്ക് പ്രവേശിക്കുന്നു. ഇതിൽ പരം നല്ല ഒരു ഉപമ അതിന് പറയാനില്ല. അപ്പോൾ അതുപോലെ തന്നെ പറയുന്നുണ്ട് 16-ാം വാക്യത്തിലും പറയുന്നത്, ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്തെന്ന് നാം അറിയുന്നു. നമ്മളും സഹോദരർക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവും പഠിപ്പിച്ചത് അങ്ങനെയാണ്. അവരെ ശിഷ്യരെ നമ്മുടെ സഹോദരർക്ക് വേണ്ടി, സ്നേഹിതർക്ക് വേണ്ടി സ്വജീവൻ ബലിയർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ സ്നേഹം. അതിൽ അപ്പുറം സ്നേഹത്തിന് പറയാനൊന്നുമില്ല. അതുതന്നെയാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യനായ യോഹന്നാനും വിശുദ്ധ യോഹന്നാനും ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു. നമ്മൾ ഈ മനുഷ്യവർഗം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ആരുമല്ലായിരുന്നു. അപ്പോൾ പക്ഷേ എങ്ങനെയാണ് അങ്ങനെ നമ്മൾക്ക് തോന്നാൻ ലൗകികമായിട്ട് ചിന്തിക്കുമ്പോൾ, ലോകത്തിൻ്റെ ആയിട്ടുള്ള ബുദ്ധിയിൽ. പക്ഷേ യഥാർത്ഥത്തിൽ
പിതാവിൻ്റെ പുത്രരാണ് സകല ജനപദങ്ങളും. അതുകൊണ്ട് സകല ജനവർഗങ്ങളും പിതാവിൻ്റെ ദൈവത്തിൻ്റെ പിതാവിൻ്റെ പുത്രരാണ്. അപ്പോൾ സഹോദരങ്ങളാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ സഹോദരരായതുകൊണ്ടാണ് യേശു നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞത്, നമ്മളെ രക്ഷിക്കാൻ വേണ്ടി. എന്തിനാണ് അങ്ങനെ നമ്മളെ രക്ഷിക്കുന്നത്? ആ ജീവൻ വെടിഞ്ഞ് നമ്മളെ രക്ഷിക്കുക എന്നാൽ പിതാവിൻ്റെ പദ്ധതിയായിരുന്നു. സ്വപുത്രനെ ഏകജാതനെ തന്നെ ബലിയായിട്ട് മറ്റുള്ളവരെ ലോകം മുഴുവനും നേടാൻ വേണ്ടി. എങ്ങനെയാണ് ലോകം മുഴുവനും നേടുന്നത്? അവരിൽ അധീശത്വം പുലർത്താനല്ല, പിന്നെയോ ഈ ജനതകളെല്ലാം പാപത്തിൽ നിന്ന് രക്ഷിച്ച് തൻ്റെ രാജ്യത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയായിരുന്നു. അതിന് ബലിയാകുന്ന സ്വപുത്രനായിരുന്നു. അപ്പോൾ പിതാവിൻ്റെ സ്നേഹം എങ്ങനെയായിരുന്നു? ദൈവത്തിൻ്റെ സ്നേഹം എന്തുമാത്രം ഉത്കൃഷ്ടമായതായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാമല്ലോ. അങ്ങനെ അതിന് ദൈവം പുത്രനെ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് നമ്മളെ നേടാൻ. എന്തിനാണ് നമ്മളെ നേടുക എന്നാൽ എന്തുവാണ്? ഈ ലോക ജീവിതത്തിലേക്കല്ല, അനശ്വരതയിലേക്ക്, അനശ്വരമായ നിത്യതയിലേക്കുള്ള ജീവനിലേക്ക് വേണ്ടി. ആ ജീവൻ നമുക്കും കൂടെ അവകാശമാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ക്രിസ്തു അതാണ് ചെയ്തത്. അതിൻ്റെ ആ അനന്തര മഹത്വം ക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് കണ്ടു, അവൻ ദർശിച്ചു എന്ന് പറയുന്നത് ഇതാണ്. ഈ മനുഷ്യൻ ആദ്യം മുതൽ, ആദം മുതൽ, മനുഷ്യൻ്റെ ആരംഭം മുതൽ ഇനി ലോക അവസാനം വരെയുള്ള സകലരെയും നേടുകയാണ് ആ കുരിശിലുള്ള ആ ബലി കൊണ്ട് ക്രിസ്തു ചെയ്തത്. ആ മഹത്വമാണ് അവിടുന്ന് കണ്ടത്. എല്ലാവരെയും കൂടെ നേടുക, എല്ലാവരും കൂടെ ഒന്നായിത്തീരുക, എല്ലാവരും ഒരു പിതാവിൻ്റെ മക്കളാണെന്നുള്ള ബോധ്യം എല്ലാവരിലും ഉണ്ടാകുക. അതാണ് അവിടുന്ന് ക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് അനന്തര മഹത്വം അവൻ ദർശിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് ചെയ്തത്. അതുപോലെ നമ്മളും അവരിനു വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കാൻ കടപ്പെട്ടിരിക്കുകയാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യർ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ക്രിസ്തു വിശ്വാസി എന്ന് നമ്മൾ അവകാശപ്പെടുന്നുവെങ്കിൽ നമ്മൾ കടമയാണത് എന്ന് ഇവിടുത്തെ സുവിശേഷകൻ തീർത്തും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മറ്റുള്ളവരിലുള്ള ആ സ്നേഹം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മൾ മറ്റുള്ളവരിലേക്ക് ഒഴുക്കാൻ വേണ്ടി, അവരുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ ഉതകിക്കൊണ്ട് വേണം അവരെ നേടുന്നതിന്. അവരെ നേടിയ ലൗകികമായ നേട്ടത്തിന് വേണ്ടിയല്ല, ആത്മീയമായ നേട്ടത്തിന് വേണ്ടിയാണ് അത് നമ്മൾ പറഞ്ഞു. ഇവിടെ ഇത് നമ്മൾ പത്രോസ്ലീഹ പത്രോസിൽ പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ തന്നെ 22-ാം വാക്യത്തിൽ പറയുന്നു, സത്യത്തോടുള്ള വിധേയത്വം വഴി നിഷ്കപടമായ സഹോദര സ്നേഹത്തിനായി നിങ്ങളുടെ ആത്മാവ് പവിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. അതെങ്ങനെയാണ്? ക്രിസ്തുവിൻ്റെ ശിഷ്യനായതുകൊണ്ട്, ക്രിസ്തുവിനെ സ്വീകരിച്ചതുകൊണ്ട്, അതായത് ജ്ഞാനസ്നാനം സ്വീകരിച്ചതുകൊണ്ട്. ഇവിടെ ജ്ഞാനസ്നാനം എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നവർക്കാണ്. സ്നാനം സ്വീകരിച്ചവരുടെ കാര്യമല്ല. സ്നാനം വേറെ, ജ്ഞാനസ്നാനം വേറെ. അത് പിന്നീട് ഒരു വീഡിയോയിൽ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം, സ്നാനവും ജ്ഞാനസ്നാനവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറ്റി. അപ്പോൾ ജ്ഞാനസ്നാനം സ്വീകരിച്ച് ക്രിസ്തു വഴി ഐക്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. സ്നേഹത്തിനായി നിങ്ങളുടെ ആത്മാവ് പവിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ ജ്ഞാനസ്നാനം സ്വീകരിച്ചതുകൊണ്ട് പവിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഹൃദയപൂർവമായും ഗാഠമായും പരസ്പരം സ്നേഹിക്കണം. അങ്ങനെ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടവർ, ക്രിസ്തുവിലായവർ എന്തു ചെയ്യണം? പരസ്പരം ഹൃദയപൂർവകമായി ഗാഠമായും സ്നേഹിക്കണം. അതിന് അല്ലാതെ മറ്റൊരു ഭാവം അതിനകത്തില്ല. കാരണം അതിനകത്ത് യാതൊരു 1% 1000 പോലും അതിന് മാറ്റമില്ല. ആ സ്നേഹം മാത്രം തന്നെയാണ്, ഗാഠമായ സ്നേഹം, ഹൃദയപൂർവകമായ സ്നേഹം. അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ സവിശേഷത. ഞാൻ ഇപ്പോൾ ഓർക്കുന്നു, വളരെ ചെറുപ്പത്തിൽ ഞാൻ വായിച്ചൊരു പുസ്തകമാണ് വിശുദ്ധ തീത്തോസിൻ്റെ പുസ്തകം. അദ്ദേഹം ഈജിപ്തിലേക്ക് പോയപ്പോൾ അന്ന് ക്രിസ്ത്യാനികൾ മതപീഡനം ഭയന്ന്, ആദിമ നൂറ്റാണ്ടിലെ കാര്യമാണ്, ഭയന്ന് അവർ ഒളിവിടങ്ങളിലായിരുന്നു, ഒളിച്ചാണ് താമസിക്കുന്നത്. അവരുടെ ഭവനം, അവർ ഒരു ക്രിസ്ത്യാനിയാണ് അവിടെ എന്നുള്ളത് യാതൊരു കാരണവശാലും അറിയാൻ പാടില്ല. അപ്പോൾ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥനയും എല്ലാം അതെല്ലാം ആ ഭവനത്തിൻ്റെ അണ്ടർഗ്രൗണ്ടിലായിരിക്കും നടക്കുന്നത്. അപ്പോൾ അങ്ങനെ പോയ സമയം അദ്ദേഹം പോയപ്പോൾ യാത്ര ചെയ്തപ്പോൾ വളരെയധികം രാത്രി വളരെ താമസിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു ചെറിയ വെളിച്ചം കണ്ട ഒരു ഭവനത്തിൽ ചെന്ന് കയറി. അപ്പോൾ കയറിയപ്പോൾ അവർ അദ്ദേഹത്തെ സ്വീകരിച്ച്
അദ്ദേഹത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു. അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയോടുള്ള ആഗ്രഹം കണ്ടപ്പോൾ, അതിനുള്ള ഒരു മനസ്സ് കണ്ടപ്പോൾ പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. ആഹാരം, വസ്ത്രം എല്ലാം വേണ്ടിയ എല്ലാ അദ്ദേഹത്തിൻ്റെ സൗകര്യങ്ങളും, പിറ്റേന്ന് യാത്ര ചെയ്യുന്നതിനുള്ള വേണ്ടിയ എല്ലാ സൗകര്യങ്ങളും കൂടെയൊക്കെയാണ് അവർ ഒരുക്കുന്നത്. അപ്പോൾ ഇത് കണ്ട് അവർ ചോദിച്ചു, അത് വിശുദ്ധ തീത്തോസ് ചോദിച്ചു. കാരണം തീത്തോസിനെ അവർക്ക് അറിഞ്ഞുകൂടാ. ഒരു വഴിയാത്രക്കാരൻ, ഒരു യാത്ര ചെയ്ത് വന്ന ഒരു യാത്രികൻ, അത്ര അറിയാവും, ക്ഷീണിച്ചാവശനായ ആൾ. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ ക്രിസ്ത്യാനികളാണ് അല്ലേ എന്ന് പറഞ്ഞാൽ അവരുടെ ആ സ്നേഹവും ആ അപരിചിതനോടുള്ള പരിഗണനയും എല്ലാം കണ്ടപ്പോൾ ഒരു ക്രിസ്ത്യാനിക്ക് അന്നത്തെ കാലത്ത് അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കുകയില്ല ആർക്കും എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ക്രിസ്ത്യാനികളാണല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അതാണ് ക്രിസ്തീയ ദർശനം, ക്രിസ്ത്യാനിയുടെ ഐഡൻറ്റിറ്റി അതാണ്. മറ്റുള്ളവരെ നമ്മളെപ്പോലെ തന്നെ സ്വയം എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ സ്നേഹിക്കുക എന്നുള്ളത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 7-ാം അധ്യായം 12-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അതിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ക്രിസ്തു പഠിപ്പിച്ചതെന്ന്. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. എങ്ങനെയാ? മറ്റുള്ളവരൊക്കെ നമ്മൾ കണ്ടുമുട്ടുന്നത് നമ്മളറിയുന്നവരുമൊക്കെ, നമുക്ക് വേണ്ടപ്പെട്ടവരോ അല്ലാത്തവരോ ഒക്കെ നമ്മളോട് എങ്ങനെ പെരുമാറണം, നമുക്ക് വേണ്ടി എന്ത് ചെയ്യണം, അവർ നമ്മളോട് എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ മറ്റുള്ളവരോട് നിങ്ങൾ ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും വിശുദ്ധ ബൈബിൾ, വിശുദ്ധ വേദപുസ്തകം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ 7-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഈ വാക്യത്തെ ആദിമസഭയിലെ ആദിമ പിതാക്കന്മാർ, ദൈവശാസ്ത്ര പണ്ഡിതരുമൊക്കെ വിളിച്ചിരുന്നത് ദി ഗോൾഡൻ റൂൾ എന്നാണ്. അതായത് സുവർണ നിയമം. ബൈബിളിലെ വിശുദ്ധ വേദപുസ്തകത്തിലെ സുവർണ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 12-ാമത്തെ വാക്യം. അങ്ങനെയാണ് അവർ വിളിച്ചിരുന്നത് പിതാക്കന്മാർ. കാരണം അത്രയ്ക്ക് ഏറ്റവും എല്ലാം അതിനകത്ത് സംഗ്രഹിച്ചിരിക്കുകയാണ് ആ ഒരു വാക്യത്തിൽ. കർത്താവും പറഞ്ഞു, യേശുക്രിസ്തുവും പറഞ്ഞു, ഇതാണ് നിയമവും പ്രവാചകന്മാർ. ഇതെല്ലാം വേറൊന്നുമില്ല, ഇതിനകത്തെല്ലാം അടങ്ങിയിരിക്കുന്നു. ഇതിൽ കൂടുതൽ എന്താണ് പറയാനുള്ളത്? അപ്പോൾ ക്രിസ്തു മതം സെമിറ്റിക് ശൈലിയുള്ളതോ സെമിറ്റിക് ചിന്താഗതിയുള്ളതോ സെമിറ്റിക് സ്വഭാവമോ ആരുടെയും ഒരു ക്രിസ്തു മതത്തിൽപ്പെട്ടവരിൽ ഉണ്ടാകാൻ പാടില്ല, ഉണ്ടാകത്തില്ല. അപ്പോൾ മറ്റുള്ളവരെ നമ്മളെപ്പോലെ തന്നെ കരുതുക എന്നുള്ളതാണ് മത്തായിയുടെ സുവിശേഷം. ഇനി സെമിറ്റിക് ശൈലി എങ്ങനെയാണ് നമുക്ക് നോക്കാം. സുവിശേഷത്തിൽ തന്നെ 5-ാം അധ്യായം 44-ാമത്തെ വാക്യം നമ്മൾക്ക് ഒന്ന് വായിക്കാം. എന്നാൽ അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദേഷിക്കുക, 43-ാം വാക്യം എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എവിടെ കേട്ടിട്ടുള്ളത്? അത് കേട്ടിട്ടുള്ളത് സെമിറ്റിക് മതമായ യഹൂദ മതത്തിലാണ്, അന്നത്തെ കാലത്ത് പഴയ നിയമത്തിൽ. ഇപ്പോൾ അങ്ങനെയൊന്നും യഹൂദരും ചെയ്യുന്നില്ല. അവർ മറ്റുള്ളവർക്കും വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നന്മകളും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അപ്പോൾ ശത്രുക്കളെ സ്നേഹിക്കുക ഇതാണ് ക്രിസ്തുമതം യേശു ക്രിസ്തുവും പഠിപ്പിച്ചത്. നിങ്ങളോട് അപ്പം നന്മ ചെയ്യുന്നവർ, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രമല്ല സ്നേഹിക്കേണ്ടുന്നത്, പിന്നെയോ ശത്രുക്കളെ, നിങ്ങളോട് ശത്രുത, നിങ്ങളോട് നിരന്തരം ദ്രോഹം ചെയ്യുന്നവർ, നിരന്തരം നിങ്ങളെ ദുഷിക്കുന്നവർ, അവമാനിക്കുന്നവർ, അവരെ സ്നേഹിക്കണം. അതുകൂടാതെ ഇനി നിങ്ങളെ ദ്രോഹിക്കുന്നവരെയും നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യുവിൻ. അവരോട് നേരെ പോയി അങ്ങോട്ട് സ്നേഹിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞങ്ങളൊന്നും മിണ്ടുന്നില്ല, അവരെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറയാനല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ സ്നേഹം അങ്ങനെ നിങ്ങൾ പ്രകടമാക്കണം. കാരണം അവരുടെ ആ സ്വഭാവം മാറി അവർ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ആ ഒരു അവബോധം അവരിൽ ഉണ്ടാകണം. ആ തിരിച്ചറിവിലേക്ക് അവർ വരണം. അതിനുവേണ്ടിയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സ്നേഹത്തിൻ്റെ മതമാണ് ക്രിസ്തു മതം എന്ന് അവർ പഠിപ്പിച്ചിരിക്കുന്നു. ഒന്ന് നമുക്ക് പത്രോസ്ലീഹായുടെ ലേഖനവും ഇത് തന്നെയാണ്.
പഠിപ്പിക്കുന്നത് ക്രിസ്തു ശിഷ്യരിലെ ശ്രേഷ്ഠനായ ക്രിസ്തു തൻ്റെ സഭയെ ഫലമേൽപ്പിച്ച വ്യക്തി പത്രോസ് ശ്ലീഹായിരുന്നു. മറ്റ് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. ഒരാൾ പോയി, വീണ്ടും ഒരാളെയും കൂടെ തിരഞ്ഞെടുത്ത് 12 എന്നാലും പത്രോസിനെയാണ് ആദ്യം മുതലേ ഫലമേൽപ്പിച്ചിരുന്നത്. അതിൻ്റെ വ്യക്തമായ ഭാഗം അതൊക്കെ ബൈബിളിൽ വ്യക്തമായിട്ടുണ്ട്. മറ്റുള്ളവർക്ക് ആർക്കും ആ സ്ഥാനം അവകാശപ്പെടാനോ ആഗ്രഹിക്കാനോ ഒന്നും പറ്റത്തില്ല. ആ പത്രോസിന് മാത്രമാണ്, പത്രോസിൻ്റെ പിന്തുടർച്ചയായിട്ടുള്ളവർക്ക് മാത്രമാണ്. അത് പെട്ടെന്നൊരു മനുഷ്യൻ സ്ഥാപിച്ച് ആ സ്ഥാനം കരസ്ഥമാക്കാൻ പറ്റുകയില്ല. അപ്പോൾ അത് ദൈവത്തിൽ നിന്നുള്ളതല്ല, ദൈവവിരുദ്ധമാണ്. അതുപോലെ ദൈവത്തെ പോലെ ആകാൻ ശ്രമിക്കുകയാണ്, പിശാചിൻ്റെ തന്ത്രമാണ് അതൊക്കെ പിന്നീട് ഒരിക്കൽ നമ്മൾ അല്ലെങ്കിൽ ബൈബിൾ പാഠങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് അത് പറയാം. പത്രോസിൻ്റെ ലേഖനം 1 1:22 പറഞ്ഞത് നമുക്ക് വീണ്ടും പറയണം. നിങ്ങൾ ഹൃദയപൂർവമായും ഗാഠമായും പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത്. ഹൃദയപൂർവമായിട്ടുള്ള സ്നേഹം അത് ആണ് പത്രോസ്ലീഹ കുറച്ച് അതിനകത്ത് എന്ന് പറഞ്ഞാൽ അത് ഒന്നുകൂടെ അത് കൃത്യമായിട്ട് നമ്മൾ ഇതുപോലുള്ള ആ ഗാഠത അതിനകത്തുണ്ട്. ഗാഠമായിട്ടുള്ള സ്നേഹം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രതിഫലം ആഗ്രഹിക്കാതെയാണ് സ്നേഹിക്കേണ്ടുന്നത്. അതിന് യാതൊരു പ്രതിഫലവും അതിനുവേണ്ടി നമുക്ക് എന്ത് കിട്ടും? നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ നമ്മുടെ സ്നേഹം പകർന്നു കൊടുക്കേണ്ടത്, നമ്മുടെ സഹായം പകർന്നു കൊടുക്കേണ്ടുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ശമറായക്കാരൻ്റെ ആ ഉപമയിൽ ക്രിസ്തു പറഞ്ഞതും അതുതന്നെയാണ്. അവനെക്കൊണ്ട് പിന്നെ അവർ ജീവിച്ചാലും ജീവിച്ചില്ലെങ്കിലും അവനെ കണ്ടുമുട്ടിയെന്നോ അല്ലെ കാണുമെന്നോ ഉപകാരപ്പെടുമെന്നൊന്നും ശമറായക്കാരൻ നോക്കിയില്ല. ഒന്നാമത് അവൻ യഹൂദന് നിഷിദ്ധനാണ് ശമറായക്കാരൻ. അതുപോലെ ക്രിസ്തുമതം പഠിപ്പിക്കുന്നത് മൊത്തത്തിലും ഇത് തന്നെയാണ്, പ്രതിഫലം നോക്കിയല്ല സ്നേഹിക്കേണ്ടുന്നത്. അപ്പോൾ ഇങ്ങനെ സ്നേഹത്തിൽ നമ്മൾ നിറയുമ്പോൾ എന്തു ചെയ്യുന്നത്? നമുക്ക് ആ ദൈവസ്നേഹം നമ്മളിലേക്ക് മറ്റുള്ളവരിലേക്ക്, സഹോദരങ്ങളിലേക്ക് ഈ സ്നേഹം നിറയുമ്പോൾ ദൈവസ്നേഹം നമ്മളിലേക്ക് ഒഴുകുകയാണ്. അപ്പോൾ ആ ദൈവസ്നേഹം നിറയുമ്പോൾ ദൈവസ്നേഹം നിറഞ്ഞ് നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റുള്ളവരെ അങ്ങനെ അത് ശുശ്രൂഷിക്കുകയും എടുക്കുകയും അവരുടെ ആവശ്യങ്ങൾ ഇടപെടുകയും ചെയ്യുമ്പോൾ ദൈവസ്നേഹം നിറഞ്ഞ ഒരു അനുഭൂതിയായിട്ട് അത് മാറും. അതുകൊണ്ടാണ് ക്രിസ്തീയ പുരോഹിതരെ, കന്യാസ്ത്രീകളെ, മിഷണറിമാരെ, പ്രഘോഷകർ അവരെല്ലാം ആർക്കും വേണ്ടാത്തവരെ, അവഗണിക്കപ്പെട്ട് തള്ളിയിരുന്നവരെ, നിരാലംബരും അശരണരും നിരാശ്രയരും ആയിരുന്നവരെ, രോഗം പിടിച്ച് മരിക്കാറായി കിടക്കുന്നവർ, അവരെയൊക്കെ ശരീരം മുഴുവനും പുഴുവരിച്ച് വ്രണങ്ങളായിട്ട് കിടക്കുന്നവരെയൊക്കെ ഓടയിൽ നിന്നും ഡ്രെയിനേജ് ചാലിൽ നിന്നുമൊക്കെ എടുത്ത് അവരെ ശുശ്രൂഷിക്കുന്നത് ഇതുകൊണ്ടാണ്. കാരണം ഇതെല്ലാം ഒരു ദൈവത്തിൻ്റെ മക്കളാണ്. കാരണം അവർ പ്രതിഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്നു, ആ ആഗ്രഹമാണ്. അപ്പം ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഇവർക്കൊന്നും വേറെ ജോലിയില്ലയോ? ഇവരെയൊക്കെ ചെയ്തിട്ട് എന്തുവാണ്? ഈ ഇടയ്ക്ക് ഞാൻ കണ്ടതാണ്, ഈ ഒരു ഞാൻ യൂട്യൂബിൽ ഒരാൾ എഴുതിയിരിക്കുന്നത്, ഇവർക്ക് വേറെ ജോലിയില്ലേ, എന്തോത്തിന് ഇതൊക്കെ ചെയ്തിട്ട് എന്തോ കാര്യമോ, ഇവർക്ക് എന്തോ നേടാനാണ്? ഇവരെയൊക്കെ വെളിയിൽ പോയി അങ്ങനെ അധ്വാനിക്കണമെന്നുണ്ടെങ്കിൽ മറ്റ് ജോലി ചെയ്ത് അവർ ജീവിക്കട്ടെ, അധ്വാനിച്ച് ജീവിക്കട്ടെ എന്ന് ഒക്കെ ഒരു വിദ്വാൻ. കാരണം അയാൾ നിരീശ്വരനായിരുന്നു. അയാളെ മുൻപ് കേട്ടിട്ടുണ്ട്. അയാൾ എഴുതിയിരിക്കുകയാണ് അതിനെപ്പറ്റി. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതെല്ലാം മിഷണറിമാരും എല്ലാം ചെയ്യുന്നത് വേറെ ഉദ്ദേശത്തോടു കൂടിയാണ്. അത്രയും പേരെയും കൂടെ മതം മാറ്റാൻ ഇന്ന് ഈ സെക്കൻഡിലോ അടുത്ത മണിക്കൂറിലോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ അടുത്ത മാസമോ മരിക്കാനിരിക്കുന്നവരെയാണ് ഈ ശുശ്രൂഷിക്കുന്നത്. അവരെ ക്രിസ്ത്യാനിയാക്കിയിട്ട് മതം മാറ്റിയിട്ട് എന്തോ നേടാൻ? അതാണോ? അവരുടെ ജീവൻ നേടണം, നിത്യതയിലേക്ക് അവരുടെ നിത്യജീവൻ അവരിലൂടെ ഉറപ്പാക്കണം, അത് നേടണം, അവർക്കത് ഉറപ്പാക്കി കൊടുക്കുക, അതാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ അനുഭൂതി, ദൈവസ്നേഹം അവരിൽ നിറഞ്ഞ് മനുഷ്യരിലേക്ക് ഒഴുക്കുമ്പോൾ അവരുടെ സമയം, നമ്മുടെ ആരോഗ്യം, അവരുടെ ധനം, ഇതെല്ലാം അവർ വ്യയം ചെയ്യുന്നത് ആർക്ക് വേണ്ടി? ആരുമല്ലാത്തവർക്ക് വേണ്ടിയാണ്. ക്രിസ്തുവിനെ പ്രതി, ക്രിസ്തുവിൽ ദൈവത്തെ പ്രതി, ദൈവത്തിൻ്റെ ആ സ്നേഹം, അവർ ദൈവത്തിൻ്റെ മക്കളാണ്, സഹോദരങ്ങളാണ് എന്ന് കണ്ടുകൊണ്ടാണ്.
ഇതാണ് ക്രൈസ്തവത. അപ്പോൾ അതിലെവിടെയാണ് നിങ്ങൾക്ക് സെമിറ്റിക് ചിന്താഗതി അങ്ങനെ പറയുന്നവർക്ക് എവിടെയെങ്കിലും ഉണ്ടോ? ക്രിസ്തുമതം സ്നേഹിക്കാനേ പഠിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കേട്ടല്ലോ, യോഹന്നാൻ 18 നമ്മൾ വാക്കിലും സംസാരത്തിലും അല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ് സ്നേഹിക്കുന്നത്. നമ്മൾ പ്രവൃത്തിയിൽ കൂടെ അത് തെളിയിക്കണം. അല്ലെ വാക്കിൽ മാത്രം ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ സഹോദരരെ സ്നേഹിക്കുന്നു. സഹോദരൻ എന്ന് പറയുമ്പോൾ നമ്മൾ കാണപ്പെടുന്നവരെല്ലാവരും എല്ലാവരെയും സ്നേഹിക്കണം എന്ന് ഒക്കെ പറയുന്നത് നമ്മളെ വാക്കിലത് മാത്രമല്ല നമ്മളെ പ്രവൃത്തിയിൽ കാണിക്കണം. ഇതുകൊണ്ടാണ് സഹോദരർ, പ്രിയപ്പെട്ടവർ, ക്രിസ്ത്യാനികൾ, മറ്റ് ക്രിസ്ത്യൻ രാജ്യങ്ങളുള്ളവരും മറ്റുള്ളവരെ ക്രിസ്ത്യൻ സംഘടനകളുമൊക്കെ സഹായിക്കുന്നത്. അല്ലാതെ മതത്തിന് വേണ്ടിയല്ല. ചിലർ പറയാതെ ആഹാരം കൊടുത്ത് പാൽപ്പൊടിയോ ഗോതമ്പോ ഇതൊക്കെ കൊടുത്ത് മാവും ഒക്കെ കൊടുത്താണ് മതത്തിൽ ആളെ കൂട്ടിയത്. അതിനുവേണ്ടി ആളിനെ കൂട്ടാനല്ല, അവരെ സഹായിക്കുകയാണ്. അവർക്ക് വേണ്ടി ആഹാരം കൊടുത്താണ് അവരെ സ്വീകരിച്ചത്. അവരുടെ ദേഹവും കൂടെ നോക്കി, ദേഹി മാത്രമല്ല. അത് ക്രിസ്തുവും അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് 5 അപ്പം കൊണ്ടൊക്കെ അവരെ 5 അപ്പം ഉണ്ടായിരുന്നത് കൊണ്ട് പോഷിപ്പിച്ച് എല്ലാവർക്കും കൊടുത്തത്? 10-25,000 പേർക്ക് കൊടുത്തത് എന്താ? അവരുടെ ശരീരത്തെ നോക്കണം, ആത്മാവിനെ മാത്രമല്ല മനുഷ്യൻ്റെ ആവശ്യം, ശരീരത്തെയും കൂടെ ഉള്ളതും കൂടെ നോക്കണം. അതുകൊണ്ടായിരുന്നു ക്രിസ്തുവും ചെയ്തത്. അത് തന്നെയാണ് പിന്നിങ്ങോട്ട് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരെല്ലാം ചെയ്യുന്നത്. മറ്റ് ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളിലുള്ള ക്രിസ്തീയ സഹോദരങ്ങൾ അവർ പട്ടിണിയും കിടന്ന് അവർ ഉപവാസവും അന്വേഷിച്ച് ഈ ഭക്ഷ്യധാന്യങ്ങളും ഒക്കെ ശേഖരിച്ച് അവർ ഇതൊന്നും ഇല്ലാത്തിടത്തോട്ട്, ക്ഷാമമുള്ളിടത്തോട്ട്, അന്നത്തെ കാലത്ത് ക്ഷാമമായിരുന്നു നമ്മുടെ നാടുകളിൽ, നമ്മുടെ രാജ്യങ്ങളിൽ. അതുപോലെ ഏഷ്യൻ രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ അയച്ചു കൊടുക്കുമായിരുന്നു. എന്നാൽ അവരെല്ലാം എന്താ ക്രിസ്ത്യാനികളായിട്ടാണ്? അല്ല, എല്ലാവർക്കും കൂടെ ആണ്. എന്തിനും ഏറെ പറയുന്നു, നമ്മുടെ സ്കൂളുകളിൽ പോലും, സർക്കാരിന് പോലും കൊടുത്തിരുന്നു സ്കൂളുകളിൽ വിതരണം ചെയ്യാൻ ആദ്യത്തെ കാലത്തൊക്കെ. എന്താ ഓർമ്മയില്ലയോ? എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ കുഞ്ഞുനാളുകൾ എല്ലാ സ്കൂളുകളിലും സ്കൂളുകളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്രിസ്ത്യൻ സ്കൂളുകളിലെ സർക്കാർ സ്കൂളുകളിൽ വരെ. അപ്പോൾ ഇതൊക്കെ എന്തോ ഉദ്ദേശിച്ചിട്ടാണ് അമേരിക്കയിൽ കിടക്കുന്നവരോ കാനഡയിൽ കിടക്കുന്നവരോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ കിടക്കുന്നവരോ ഇതൊക്കെ ചെയ്യുന്നത്? ക്രിസ്തുവിനെ കണ്ടും കൊണ്ടാണ്. അല്ല, മതം വർദ്ധിപ്പിക്കാൻ, മതം വ്യാപിപ്പിക്കാനല്ല. അതിന് വേറെ എന്തെല്ലാം വഴികളുണ്ട്. മറ്റ് ചില മതങ്ങൾ ചെയ്യുന്ന പോലെ വെട്ടിപ്പിടിച്ച് വെട്ടി നുറുക്കി അവരുടെ കൂട്ടത്തിൽ അങ്ങനെ പേടിപ്പിച്ച് എല്ലാം അങ്ങനെ ആക്കിക്കൂടെ? ഇവിടെ കേരളത്തിലും അങ്ങനെ മതം വർദ്ധിപ്പിച്ചത് അങ്ങനെയാണ്. മതത്തിലോട്ട് എല്ലാവരെയും കൂട്ടിയത് മുന കൊണ്ട്, തോക്കും മുന കൊണ്ട് ഒക്കെയായിരുന്നു, തോക്കും കുഴലും കൊണ്ടൊക്കെയായിരുന്നു. അങ്ങനെ അല്ല, എത്രയോ ഹൈന്ദവ കുടുംബങ്ങളെ, ശ്രേഷ്ഠരായ കുടുംബങ്ങളെയൊക്കെയാണ്, 10,000-ത്തിലധികം കുടുംബങ്ങളെ ഒരു ജില്ലയിൽ, കോഴിക്കോട് ജില്ലയിൽ തന്നെ അങ്ങനെ മുന കൊണ്ട് പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി വെട്ടി നുറുക്കി അവരെ ഇല്ലാതാക്കി, അവരുടെ ഇല്ലങ്ങളും തറവാടുകളും ഒക്കെ ഇല്ലാതാക്കി അവരെ ഇസ്ലാം മതത്തിലേക്ക് ചേർത്തത്. ഇസ്ലാമികൾ അങ്ങനെയാണ് ചെയ്തത്, ഇസ്ലാമിസ്റ്റുകൾ, ടിപ്പു സുൽത്താനുമൊക്കെ. അപ്പോൾ അതുപോലെ അലാവുദ്ദീൻ ഖിൽജിയുടെ ഇബ്നു ബത്തൂത്ത തന്നെ പറയുന്നുണ്ട്, അലാവുദ്ദീൻ ഖിൽജിയുടെ ക്രൂര ചരിത്രങ്ങൾ ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്തപ്പോൾ, സുൽത്താൻ്റെ കൂടെ ഇബ്നു ബത്തൂത്ത യാത്ര ചെയ്തപ്പോൾ അദ്ദേഹം പറയുന്നത്, ആരാ? ഇസ്ലാം വിശ്വാസിയാണ്, കടുത്ത ഇസ്ലാം വിശ്വാസി, നിഷ്ഠയുള്ളവനുമായിരുന്നു ഇബ്നു ബത്തൂത്ത. യാത്രികൻ, സഞ്ചാരി, ലോക സഞ്ചാരി. അദ്ദേഹം ഇന്ത്യയിൽ വന്ന് ഈ അലാവുദ്ദീൻ ഖിൽജിയുടെ കൂടെ യാത്ര ചെയ്തപ്പോൾ അദ്ദേഹം കണ്ട ക്രൂരതകളൊക്കെ ആ പുസ്തകം വായിച്ചാൽ, അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണ പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. വായിക്കണം വല്ലപ്പോഴും. അപ്പോൾ അതൊക്കെ വായിച്ചിട്ട് വേണം ഈ ക്രിസ്തുമതത്തെ പറയാൻ. അപ്പോൾ അങ്ങനെ ഇവിടെ ക്രിസ്ത്യാനികളാരും മറ്റുള്ള മതങ്ങളെയും ആരെയും ദ്രോഹിച്ചിട്ടല്ല, ഇല്ലായ്മ ചെയ്തിട്ടല്ല ക്രിസ്ത്യാനികളാക്കിയത്, ക്രിസ്തുമതം പ്രചരിപ്പിച്ചത്. അവരെ സ്നേഹിച്ചുകൊണ്ട് അവർ ദൈവത്തെ അങ്ങനെ അറിഞ്ഞു. ആ സ്നേഹം കൊണ്ട് അവർക്ക് തിരിച്ചറിവുണ്ടായി, അവർ മതത്തിൽ ചേർന്നിട്ടുണ്ട്. അതേ നടന്നിട്ടുള്ളൂ, ഇപ്പോഴും അതേ ഉള്ളു. തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് അവരെ പിടിച്ച് ജയിലിലിടുന്നതുമൊക്കെ. മിഷണറിമാരെയും ക്രിസ്തീയ പുരോഹിതരെയും കന്യാസ്ത്രീകളെയൊക്കെ പീഡിപ്പിക്കുകയും അവരെ ക്രൂരമായിട്ട് അവരോട് പെരുമാറുകയും ഒക്കെ ചെയ്യുന്നത്. അവരുടെ സമ്പത്തും ധനവും സമയവും എല്ലാം അതിനുവേണ്ടി, ആരോഗ്യവും എല്ലാം ഈ കൂട്ടർക്ക് വേണ്ടിയാണ് വിനിയോഗിച്ചത്. ഇതെല്ലാം ആസ്വദിച്ചവരാണ്
ജീവിച്ചവരാണ്, ഇന്ന് മനുഷ്യരായിട്ട് നടക്കുന്നവരാണ് അങ്ങനെയൊക്കെ എല്ലായിടത്തും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഞാൻ പറഞ്ഞു, ആ ക്രിസ്തു സ്നേഹത്തിലാകുമ്പോൾ ഒരു അലൗകികമായ ഒരു അനുഭൂതി നമുക്കുണ്ടാകും. ഒരു സ്വർഗീയ അലൗകികമെന്ന് പറയുന്നത് സ്വർഗീയമായ ആനന്ദ അനുഭവം ഉണ്ടാകും. ഒരു അനുഭവം നമുക്ക് അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നവർക്കാണ് തങ്ങളുടെ സ്നേഹം ഇത് ഇവിടെ പറഞ്ഞതുപോലെ പത്രോസ്ലീഹ പറഞ്ഞ പോലെ ഗാഢമായതും നിഷ്കപടമായതും ആയിരിക്കും, ഹൃദയംഗമായതും ആയിരിക്കും എന്നറിയാൻ കഴിയുന്നത്, ആണെന്നുള്ളത് തിരിച്ചറിയാൻ കഴിയും. ആ അനുഭൂതി ഉണ്ടായില്ലെങ്കിൽ സ്നേഹമല്ല. ക്രിസ്തു പറഞ്ഞുള്ള സ്നേഹം നമ്മൾ അനുവർത്തിച്ചില്ല, ആ സ്നേഹത്തിലായിട്ടില്ലെന്നർത്ഥം. ആ ഒരു സ്നേഹം ഉണ്ടാകാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അല്പനേരം ഇതൊക്കെ ഒന്ന് വായിച്ച് ധ്യാനിച്ച് കഴിയുമ്പോൾ ക്രിസ്ത്യാനിക്ക് അത് പെട്ടെന്ന് അത് പിടികിട്ടും, മറ്റുള്ളവർക്കും അത് മനസ്സിലാകും, മറ്റു മതത്തിലുള്ളവർക്കും. ഒന്ന് ധ്യാനിച്ച് കഴിയുമ്പോൾ ഒരു സ്വർഗീയ അനുഭൂതി ഉണ്ടാകും. മനസ്സിലൊരു വിങ്ങലും ഒരു നീറ്റലും ഒരു വല്ലാത്ത ഒരു ജ്വാല മനസ്സിലുണ്ടാകും. ഞാൻ പറയുന്നത് ഞാൻ വെറുതെ അങ്ങ് പറയുകയല്ല. ഞാൻ ചിലപ്പോഴൊക്കെ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാകാറുണ്ട്. അത് സാധിക്കുന്നതാണ്. എനിക്ക് അനുഭവമായത് മാത്ര കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതിനെപ്പറ്റിയൊക്കെ മറ്റൊരു ദിവസം പറയാം. നമുക്ക് വീഡിയോയിലെല്ലാം കൂടെ ഒന്നും പറയുന്നതിന് സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമ്മൾക്ക് മറ്റുള്ളവരെ നമ്മുടെ സഹായം എന്നല്ല, ആരുടെയെങ്കിലും ഒരു സഹായം ആഗ്രഹിക്കുന്ന ഏതും ആവശ്യമായിട്ടുള്ളവർ, അത്യന്താപേക്ഷിതമായിട്ടുള്ളവരെ അറിയുമ്പോൾ അവരുടെ നേരെ കണ്ണടയ്ക്കാതെ നമ്മൾ ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് എങ്ങനെയാണ്? കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല. നമ്മൾ പറയും കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതേ ഉള്ളെന്ന്. കണ്ണീരൊഴുക്കുന്നുണ്ട്. ആ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അവരുടെ നേരെ ഈ കണ്ണ് തുറന്ന് ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് അവരുടെ നേരെ, അടുത്തിരിക്കുന്നവർ നേരെ, മറ്റുള്ളവർക്ക് നേരെ സഹായ ഹസ്തം നീട്ടുക കൂടിയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലേ? അങ്ങനെ ക്രിസ്ത്യാനികൾ ധാരാളം എത്രയോ ആളുകളാണ്, ഏത് ക്രിസ്ത്യ വിഭാഗത്തിലുള്ളവരായാലും അങ്ങനെ ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. സഹായഹസ്തം നീട്ടണം. എന്താ മറ്റുള്ളവർക്ക് കുറ്റം പറയുന്നവർക്ക് ചെയ്തുകൂടെ? അവർ ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ ചെയ്യുന്നില്ല, പിന്നെന്തിനാ മറ്റുള്ളവരെ ഞങ്ങൾ ക്രിസ്ത്യാനികളെ കുറ്റം പറഞ്ഞ് ഞങ്ങൾ ചെയ്യുന്നവരെ കുറ്റം പറയുന്നത്? അതിനകത്തും ദൂഷ്യം കണ്ടുപിടിക്കാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുന്നത്. സാധാരണ രീതിയിൽ പരിശ്രമിച്ചാൽ പറ്റത്തില്ല, കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്, ഗവേഷണം നടത്തുന്നത് പോലെ. ഫിലിപ്പിയരുടെ ലേഖനം 3-ാം അധ്യായം 8 പറയുന്ന പോലെ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം ആണ് പൗലോസ്ലീഹ പറയുന്നു ഏറ്റവും വിശിഷ്ടമായിട്ട് കരുതി മറ്റുള്ളത് സർവ്വതും അദ്ദേഹം പൗലോസ്ലീഹ ഉപേക്ഷിച്ചു. ഞാൻ അതിലൊന്നും വായിച്ച സമയം കൂടുതലെടുക്കുന്നില്ല, വായിച്ച് പറയാനായിട്ട്. പൗലോസ്ലീഹ അവിടെ ഫിലിപ്പിയർ 3-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ പറയുന്നത് എല്ലാം ഉച്ഛിഷ്ടമായിട്ട് കരുതി ഞാൻ എല്ലാം ത്യജിച്ചു. എല്ലാം ക്രിസ്തുവിനെ നേടുന്നതിന് വേണ്ടി, ക്രിസ്തുവിനെ പറ്റിയുള്ള അറിവ്, ജ്ഞാനം നേടുന്നതിന് വേണ്ടി. അത് നേടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ലോകത്തിൻ്റേതായിട്ടുള്ളത് ഒരു അറിവും ഒന്നും വേണ്ട. അപ്പം നമ്മുടെ ക്ലേശങ്ങളും വേദനകളും എല്ലാം മറന്ന് വേണം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളതെല്ലാം മാറ്റി വയ്ക്കുക. അതാണ് ക്രിസ്തു മതത്തിൻ്റെ സവിശേഷത. മറ്റു മതങ്ങളെക്കാളും ഒക്കെ ഇന്ന് ലോകത്തിൽ ക്രിസ്തു മതം മാത്രമാണ് അങ്ങനെ ചെയ്യുന്നതെന്നും കൂടി ഓർക്കുക എല്ലാവരും. നമ്മൾ ക്രിസ്ത്യാനികൾ ഇതൊക്കെ കേട്ടുകൊണ്ട് വായിച്ചും കൊണ്ട് ഈ ഭാഗങ്ങളൊക്കെ വായിച്ചുകൊണ്ട് കൂടുതൽ പ്രചോദിതരാകണം. കൂടുതൽ പ്രചോദിതരായി, കൂടുതൽ ഉത്സാഹത്തോടുകൂടി തീക്ഷ്ണതയുള്ളവരായി മാറണം. ക്രിസ്തു സ്നേഹം, ദൈവസ്നേഹം നിറയുമ്പോഴാണ് നിറഞ്ഞ് കവിഞ്ഞ് ഈ ആത്മീയ അനുഭൂതി, സ്വർഗീയ അലൗകികമായ ആ അനുഭൂതിയിലേക്ക് കടക്കുമ്പോൾ സ്വർഗീയ ആനന്ദത്തിലാകും നമ്മൾ. ആ ആനന്ദത്തിൽ ആയവർക്കാണ് തീക്ഷ്ണതയുണ്ടാകുന്നത് ദൈവത്തെ പ്രതി. അല്ല, തീക്ഷ്ണത ഉണ്ടാകത്തില്ല. തീക്ഷ്ണത ഉണ്ടാകുന്ന ഈ പടികളെല്ലാം കടന്നിട്ടാണ് തീക്ഷ്ണതയിൽ ജ്വലിക്കണം നമ്മളൊക്കെ. അതിനുവേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. എന്തുകൊണ്ട് നമുക്ക് പലപ്പോഴും പലരും എന്നെക്കാളും വലുതാകാൻ മറ്റുള്ളവർ പാടില്ല എന്നാണ് പലരും പറയുന്നത്. ഫിലിപ്പിയർ 2 2-ാം ലേഖനത്തിൽ ആദ്യ ഭാഗത്ത് 4-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, അങ്ങനെ മറ്റുള്ളവരെക്കാളും ശ്രേഷ്ഠരായിട്ട് നമ്മളെക്കാളും ശ്രേഷ്ഠരായിട്ട് മറ്റുള്ളവരെ കരുതണം. അല്ലാതെ എന്നെക്കാളും ശ്രേഷ്ഠരായിട്ട് മറ്റുള്ളവരാകാൻ പാടില്ല, എന്നോടൊപ്പം എത്താൻ പാടില്ല, അവർ പറയുന്നത് ഞാൻ കേൾക്കാനും പാടില്ല എന്നുള്ള ചിന്താഗതിയിലാകരുത്. അത് നമ്മൾ
അവരെ മറ്റുള്ളവരെ എല്ലാവരെയും തന്നെ നമ്മളെക്കാളും ശ്രേഷ്ഠരാണെന്ന് കരുതണം. നമ്മളെ മൺമറഞ്ഞു പോയ ഇന്ത്യയുടെ മൺമറഞ്ഞു പോയ പ്രസിഡൻറ്റ് അബ്ദുൾ കലാം പറഞ്ഞിരുന്നല്ലോ, മറ്റുള്ളവരുടെ മുൻപിലൊക്കെ ഇരുന്ന് അദ്ദേഹം ഒരു സദസ്സിൽ ചെന്ന കൊച്ചു കുഞ്ഞുങ്ങളെ പോലും വണങ്ങി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന, നാളെ അദ്ദേഹം പറയുന്ന തെലുങ്ക് വാക്യമാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഇതാണ്: ബന്ധുരു മഹാനുഭാവലു എന്താണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ അർത്ഥം ഇതാണ്: ആരൊക്കെ ആകാനിരിക്കുക, എന്തുമാത്രം മഹോന്നത സ്ഥാനങ്ങളിൽ എത്തേണ്ടുന്നവരാണ് എൻ്റെ മുൻപിലിരിക്കുന്നവർ, നിങ്ങളെല്ലാവരും എന്നാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ പോലും, ഏതൊരു മനുഷ്യർ പോലും. അപ്പോൾ അവരെ എല്ലാവരെയും നമിക്കുന്നു എന്ന് പറഞ്ഞാണ് അവരെ വണങ്ങുന്നത്. നമ്മൾക്ക് ഒരു ക്രിസ്ത്യാനിയുടെ മനോഭാവം ആണ് അത്, അങ്ങനെ ഉണ്ടാകേണ്ടുന്നതാണ്. അത് നമ്മൾ ചിന്തിച്ച് വിവേചിച്ച് അറിയണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഉപസംഹരിക്കുന്നു. നമുക്ക് അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു. എൻ്റെ ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ ടച്ച് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കെല്ലാം പകർന്നു കൊടുക്കണം. നമ്മൾ അറിയുന്നവർ, നമ്മുടെ ഭവനത്തിലുള്ളവർ, നമ്മുടെ ചുറ്റുപാടുമുള്ളവർ, ഏത് മതത്തിൽപ്പെട്ടവരായാലും അവർക്ക്, മറ്റ് വിദേശങ്ങളിലുള്ളവർക്ക്, പല ഭവനങ്ങളിൽ നിന്നും വിദേശങ്ങളിലുണ്ട്, അവരെല്ലാവരും അയച്ചു കൊടുത്തിട്ട് അവരോട് ആവശ്യപ്പെടണം അവിടങ്ങളിലുള്ള മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ. ക്രിസ്ത്യാനികൾക്ക് മാത്രമെന്നല്ല, അറിയുന്നവർക്ക് അയച്ചു കൊടുക്കുക. അങ്ങനെ അവർ എല്ലാവരും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറയട്ടെ. നമ്മുടെ ഈ വീഡിയോ അതിനുള്ളതാണ്. ഞാൻ ഈ ചെയ്യുന്നതെല്ലാം അത് നിങ്ങൾ ചെയ്യണം. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുന്നതിന്. അതിന് എൻ്റെ ഈ വീഡിയോയുടെ ഈ വീഡിയോകൾ ഞാൻ ചെയ്യുന്നത്, ചാനലിൻ്റെ പേര് ദി റിയൽ വേ എന്നാണ്. ദി റിയൽ വേ ഒഫീഷ്യൽ ബൈബിൾ സ്റ്റഡി. ദി റിയൽ വേ ഒഫീഷ്യൽ ബൈബിൾ സ്റ്റഡി തോമസ് മീനത്തേതിൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഈ വീഡിയോകളൊക്കെ ലഭിക്കും. എൻ്റെ ഫോൺ നമ്പർ 9840426449 എന്നാണ്. ഈ ഫോണിൽ വിളിച്ചാൽ എന്നെ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിനുവേണ്ടി പരിശ്രമിക്കുക. പരമാവധി എല്ലാവരിലും ഇത് ഷെയർ ചെയ്ത് സുവിശേഷ പ്രചരണത്തിൽ നമ്മൾ അതുകൊണ്ട് പങ്കാളികളാകുകയാണ്. അതുകൊണ്ട് കുറച്ചിലൊന്നുമല്ല. സുവിശേഷ പ്രചരണത്തിൽ പങ്കാളികളാകുന്നത് കുറച്ചിലാണെന്ന് കാണുന്നവർ ചെയ്യണ്ട. അത് ഞാൻ തീർച്ചയായും പറയാം. അത് സുവിശേഷ പ്രചരണത്തിൽ പങ്കാളികളാകുന്നത് ഒരു അഭിമാനമായിട്ട്, നമ്മൾ ക്രിസ്തുവിലായിരിക്കുന്നു എന്ന അഭിമാനത്തോടെ പറയാൻ കഴിയുന്നവർ മാത്രം ചെയ്താൽ മതി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ചുരുക്കുന്ന ഇത് കൂടെ പറഞ്ഞിട്ട് ചെയ്യുന്നു. ഇത് പാഴായി പോകരുത്. നമുക്ക് പ്രാർത്ഥനയോട് അവസാനിപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമീൻ. പരിശുദ്ധ റൂഹ നമ്മളെ ഇതെല്ലാം ഗ്രഹിക്കുന്നതിനും നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതിനും അത് പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരുന്നതിനും നമ്മളെ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ.